മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ എം.ടി. വാസുദേവൻ നായർ അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്നലെ രാത്രി 10 മണിക്ക് പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിലായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. എം.ടിയുടെ കോഴിക്കോട്ടെ വസതിയായ സിതാരയിൽ പൊതുദർശനം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിവരെ പൊതുദർശനം തുടരും. മോഹൻലാൽ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ഒരു ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ്. കേരളത്തെയും മലയാളത്തെയും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മുടെ സംസ്കാരത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ എം.ടി. ചെയ്ത സേവനം മറക്കാവുന്നതല്ല. സിതാരയിൽ നിന്നും മിഥുൻ പിള്ളയും ശിവദാസ് കന്മനവും ചേരുന്നു. മിഥുൻ, ഇന്ന് വൈകുന്നേരം 4 മണിവരെ കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വസതിയായ സിതാരയിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനം 4 മണിവരെ, തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഇന്നലെ രാത്രി മുതൽ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെയല്ലേ? എല്ലാവരും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ എത്തിച്ചേരുകയല്ലേ അവിടേക്ക്? രോഹിണി, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ചികിത്സയിലിരിക്കെ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ എം.ടി. നമ്മോട് വിട പറഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം കോഴിക്കോട് സിതാരയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചിരുന്നു. പൊതുദർശനം വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ, മരണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിലാണ് വരുന്ന ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി സിതാരയിലെ ഈ ഒരു വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലും ശ്രീകുമാർ മേനോനും അടക്കമുള്ള ആളുകൾ ഈ ഒരു വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഈ അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലും മലയാള സാഹിത്യ ലോകത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എം.ടി. എന്നതൊരു കാലം ആണ്, ഒരു കാലം തന്നെയാണ്. മാത്രമല്ല മലയാള സാഹിത്യ രംഗത്തെയും അതുപോലെ തന്നെ മലയാള സിനിമാ രംഗത്തെയും ലോകത്തിൻ്റെ നെറുകയിൽ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തി കൂടിയാണ് എം.ടി. എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളാകട്ടെ, എഴുത്തിൻ്റെ ശൈലിയാകട്ടെ ഒക്കെ തന്നെ കാലങ്ങളോളം അദ്ദേഹം വിട പറഞ്ഞു കഴിഞ്ഞാലും ഏതൊരു നൂറ്റാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നിലനിൽക്കുന്ന തരത്തിലേക്കുള്ള കൃതികൾ അദ്ദേഹം സമ്മാനിച്ചാണ് വിട പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ സാഹിത്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് എം.ടിയുടെ നഷ്ടം ഒരിക്കലും നികത്താനാകാത്ത വിടവാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലിയൊക്കെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഏത് അറിവുള്ളവനും ഏത് അറിവില്ലാത്ത ആളുകൾക്കും കൃത്യമായി ആശയം ഉൾക്കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളും എന്നുള്ളത്. ആ കാലത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ സാഹിത്യ ലോകത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രോഹിണി. ഏതായാലും ഈ ഒരു
തൊണ്ണൂറ്റി ഒന്നാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞ് പോകുമ്പോൾ ആ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത്. കാരണം കൈവച്ച മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം തൻ്റെ ഒരു സ്ഥാനം തെളിയിച്ചിട്ടുണ്ട്. അതിപ്പം സാഹിത്യ രംഗമായാൽ ആണെങ്കിലും അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്തൊക്കെ ആയാൽ തന്നെ അദ്ദേഹം കൈവച്ച മേഖലകളൊക്കെ തന്നെ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തി കൂടിയാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അദ്ദേഹം എത്രയോ തലമുറകൾക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഓരോ കൃതികൾ സമ്മാനിച്ച ശേഷമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലായാൽ പോലും അദ്ദേഹം കൈവച്ച സിനിമകളൊക്കെ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള സിനിമകൾ തന്നെയാണ് മലയാളിക്ക് സമ്മാനിച്ചത്. ആ ഒരു സിനിമകൾ ലോക നിലവാരത്തിൽ ലോകത്തിന് മുന്നിൽ മലയാളിയെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഉണ്ടായത്. കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാള സാഹിത്യ രംഗത്തെ സംബന്ധിച്ച് ഒരു ഏറെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, മലയാളത്തിൻ്റെ സ്വന്തം MD ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 4 മണി വരെ കോഴിക്കോട് സിത്താരയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആളുകൾക്ക് കാണാനും മറ്റുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്ന് മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആരോഹിണി. ശരി, മിഥുൻ തുടരുക. ശിവദാസിലേക്ക് പോവുകയാണ്. ശിവദാസ്, സിത്താരയുടെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെ ദുഃഖാർദ്രമായ നിമിഷങ്ങളാണ് നമുക്കറിയാം. എങ്കിലും സജ്ജീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് ശിവദാസ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? 4 മണിവരെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള സൗകര്യം, പൊതുദർശനത്തിനുള്ള സൗകര്യം വീട്ടിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിരാവിലെ മുതൽ തന്നെ ആളുകൾ അദ്ദേഹത്തെ ഒന്ന് കാണാനായി എത്തിച്ചേരുന്ന കാഴ്ച തന്നെയാണോ അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്? തീർച്ചയായും ഇന്നലെ രാത്രി പൊതുദർശനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സിത്താര എന്ന വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നടൻ മോഹൻലാൽ അടക്കമുള്ള നിരവധി പ്രമുഖരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രശസ്തരായ ആളുകളും എല്ലാം തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീകുമാർ മേനോൻ അടക്കമുള്ള നിരവധി ചലച്ചിത്ര മേഖലയിലെ പ്രതിഭകൾ ഇവിടെ ഇന്നലെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയും ഇന്ന് പകലും അത്തരത്തിൽ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വീട്ടിൽ മാത്രമാണ് പൊതുദർശനം ഉള്ളത്. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ആഗ്രഹം മുൻപ് പ്രകടിപ്പിച്ചിരുന്നു. മറ്റ് ഇടങ്ങളിലൊന്നും തന്നെ പൊതുദർശനം വെക്കരുത് എന്ന ഒരു ആഗ്രഹം അദ്ദേഹം മുൻപ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് മുൻപ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീട്ടിൽ മാത്രം ഒരു പൊതുദർശനം വയ്ക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണി വരെയാണ് ഈ വീട്ടിൽ പൊതുദർശനം. അതിനുശേഷം 5 മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിക്കുക. നിരവധി പ്രമുഖർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മലയാളികളെ സംബന്ധിച്ച് MT എന്ന് പറയുന്ന ആ 2 അക്ഷരം അത് മനസ്സിൽ, ഹൃദയത്തിൽ കുറിച്ചിട്ട 2 അക്ഷരങ്ങളാണ്. കാരണം മലയാളികൾക്ക് അത്രമേൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിരവധി രചനകൾ, അദ്ദേഹത്തിൻ്റെ കാമ്പുള്ള രചനകൾ, ഓരോ ജീവിതത്തെയും അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം MTയുടെ എഴുത്ത് എന്ന് പറയുന്നത് എല്ലാ തലമുറയെയും പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ തലമുറകൾക്കും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതവും അതോടൊപ്പം തന്നെ കാമ്പുള്ളതുമായ എഴുത്തു പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം രചിച്ച കാലം, മഞ്ഞ് അടക്കമുള്ള നിരവധി, എൻ്റെ ഓർമ്മയ്ക്ക്, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ രചനകൾ അദ്ദേഹം ഈ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൈവച്ച മേഖലയിലെല്ലാം തന്നെ സുവർണ്ണ മുദ്ര തന്നെ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലാണെങ്കിലും ശരി, അദ്ദേഹം പത്രപ്രവർത്തന മേഖലയിൽ ആണെങ്കിലും ശരി, അദ്ദേഹം പത്രാധിപരായിട്ടാണ് മാതൃഭൂമിയിൽ നിന്നും വിരമിച്ചത്. ചലച്ചിത്ര മേഖലയിൽ ഏകദേശം 50 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയായിരുന്നു, വ്യത്യസ്തവുമായിരുന്നു. നിരവധി സിനിമകൾ അദ്ദേഹം, ഓരോ സിനിമയും സുഹൃതം, പരിണയം, ഓളവും തീരവും, അങ്ങനെ നിരവധി, പഴശ്ശിരാജ, നിരവധി തിരക്കഥ എഴുതി. അദ്ദേഹം ചില സിനിമകൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത നിർമാല്യം സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് നിരവധി
അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1995 അദ്ദേഹത്തിന് രാജ്യം ജ്ഞാനപീഠം അവാർഡ് നൽകി. പിന്നീട് 2005 അദ്ദേഹം പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് എന്ന് പറയുന്നത് 24-ാമത്തെ വയസ്സിൽ തന്നെ എഴുതിയ നാലുകെട്ട് എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 14-ാമത്തെ വയസ്സ് മുതൽ തന്നെ അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങിയത് അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ എഴുത്തിനോട് വലിയ താല്പര്യം ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ് MT ജനിച്ചത്. ആ ചുറ്റുമുള്ള ആളുകളുടെ ഓരോ വികാരത്തെയും മുൻപിലേക്ക് എത്തിച്ചു. നിരവധി നോവലുകൾ, നിരവധി വേലായുധം അടക്കം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങളെ ഓർമ്മിക്കാവുന്ന നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചു. സിനിമയിലൂടെയും അതോടൊപ്പം ചെറുകഥകളിലൂടെയും കഥകളിലൂടെയും എല്ലാം തന്നെ നിരവധി കഥാപാത്രങ്ങളെ എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന നിരവധി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ 91-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞിരിക്കുന്നത്. രണ്ടാമൂഴം അടക്കം ചില സിനിമകൾ ഇനിയും അദ്ദേഹത്തിന് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ചില എഴുത്തുകളെല്ലാം തന്നെ ഇനിയും അദ്ദേഹത്തിന് എഴുതാനുണ്ടായിരുന്നു. അതെല്ലാം ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും MT എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അതൊരു കാലഘട്ടത്തിന്റെ കൂടി അന്ത്യം തന്നെയാണ്. കാരണം ഒരു കോഴിക്കോട് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിരവധി എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. തിക്കോടിയനും കുഞ്ഞാണ്ടിയും KT മുഹമ്മദും SK പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും അടക്കമുള്ള ചില ആളുകൾ, മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ ആളുകൾ, അവരോടൊപ്പം ആയിരുന്നു അന്ന് MTയുടെ കൂട്ടുകെട്ട്. ആകാശവാണിയിലും അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലും അടക്കം ജോലി ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ഇവർ പലപ്പോഴും മാനാഞ്ചിറയിലും കോഴിക്കോട്ടെ മാനാഞ്ചിറയിലും ഹോട്ടലുകളിലും എല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ കൂടി സാഹിത്യ ചർച്ചകൾ നടത്തുക പതിവായിരുന്നു. അത്തരത്തിൽ ഒരു കാലഘട്ടത്തിൽ നിരവധി എഴുത്തുകൾ സമ്മാനിച്ച പ്രഗത്ഭരുടെ കൂട്ടത്തിലെ ഒരു അവസാന കണ്ണി എന്ന് കൂടി പറയാം. അതിപ്പോൾ MT കൂടി വിട പറയുമ്പോൾ അത്തരത്തിൽ മലയാളികളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. കാരണം അദ്ദേഹം മലയാളികൾക്ക് നൽകിയ അമൂല്യമായ എഴുത്തിന്റെ സംഭാവനകൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരവധി അദ്ദേഹം രചനകൾ മലയാളികൾക്ക് മുൻപിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ശരി, ശിവദാസ് തുടരുക. ശിവദാസിലേക്ക് എത്താം. മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു വിസ്മയമായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കിയ ഒരു അതുല്യ പ്രതിഭ. അത് സാഹിത്യമായാലും സിനിമയായാലും പത്രപ്രവർത്തനമായാലും ഒക്കെ അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലമുറകൾക്ക് MT എന്നുള്ള ആ മലയാളത്തിൻ്റെ കഥാകാരനെ ഓർത്തെടുക്കാൻ പല മുഖങ്ങളുണ്ട്. ഏത് രീതിയിലായാലും അദ്ദേഹം ഇനിയും തുടർന്നും മനസ്സുകളിൽ ജീവിക്കും. MT എന്ന അതുല്യ പ്രതിഭ നഷ്ടമാകുമ്പോൾ സാംസ്കാരിക കേരളത്തിന് പറഞ്ഞറിയിക്കാനാകാത്ത നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നതും, അല്ലേ? തീർച്ചയായും രോഹിണി, കാരണം MTയുടെ രചനകളുടെയൊക്കെ തന്നെ ഓരോ പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളുടെ ഒരു മഹാസാഗരം തന്നെയാണ് MT മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ വീക്ഷണകോണിൽ ഒരു പ്രത്യേക MTയുടെ ചന്തു ഒരു പ്രത്യേകതയുള്ള ആളാണ് എന്ന് നമ്മൾ സാഹിത്യ ലോകത്തെ ആളുകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, രണ്ടാമൂഴത്തിലെ ഭീമനെ ആയാൽ പോലും അദ്ദേഹം ആ ഭീമൻ്റെ ഓരോ പ്രത്യേകതകളും പറഞ്ഞുകൊണ്ടാണ് രണ്ടാമൂഴത്തിൻ്റെ ആ ഓരോ ഖണ്ഡികകളും എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ MTയുടെ എഴുത്തിനൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, അദ്ദേഹം കൈവച്ച മേഖലകളിൽ അദ്ദേഹം
അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്രപ്രവർത്തന മേഖലയിലായാൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയൊരു ഒരു ശൈലിയുണ്ട്. ആ ശൈലിയും അതുപോലെ തന്നെ എഴുത്തിൻ്റെ മേഖലയിലെ അദ്ദേഹം ഉണ്ടാക്കിയൊരു ശൈലിയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോ ആളുകളുടെയും മഹാന്മാരുടെയും ഒക്കെ തന്നെ ഒരു വൈഭവം പ്രകടമാകുന്നത് ഈ ചെറിയ പ്രായത്തിലായിരിക്കുമെന്നത് എത്രത്തോളം സത്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് MT തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കോളേജ് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് രക്തം പുരണ്ട മൺതരികളെന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരവുമായി എത്തുകയും ആ ഒരു സമയത്ത് തന്നെ 24-ാമത്തെ വയസ്സിൽ തന്നെ അറിയപ്പെടുന്ന നാലുകെട്ടുന്നൊരു നോവലും എഴുതി അറിയപ്പെടുന്നൊരു സാഹിത്യകാരൻ എന്നുള്ള നിലയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭയെ സംബന്ധിച്ച് ആർക്കും സംശയമുണ്ടാകുന്നൊരു സാഹചര്യമില്ല. ഏതായാലും നമുക്കറിയാം നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാലത്തിനതീതമായ രചനകൾ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് MT വിട പറഞ്ഞിരിക്കുന്നത്. ആ വിടവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ കാലത്തും നിലനിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ രചനാ ശൈലികളൊക്കെ തന്നെ. കാരണം ഏറ്റവും ലളിതമായ രീതിയിൽ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള രചനകൾ തന്നെയാണ് അദ്ദേഹം മലയാള സാഹിത്യ ലോകത്തിന് സമ്മാനിച്ചത്. ഇനിയൊരു MT ഉണ്ടാകാൻ തീരെ സാധ്യതയില്ലാത്ത തരത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രതിഭയുടെ ചാഞ്ചാട്ടം കാണിക്കുന്ന രചനകൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. MT തന്നെയാണ്. ആ ഒരു വിടവ് നികത്താൻ മറ്റൊരാൾക്കും സാധിക്കില്ല. അതുതന്നെയാണ് ഈ 91 വയസ്സിൽ അദ്ദേഹം വിട പറയുമ്പോൾ മലയാള സാഹിത്യ ലോകത്തോട്, സിനിമാ ലോകത്തോട്, പത്രപ്രവർത്തന ലോകത്തോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു അതുതന്നെ അദ്ദേഹത്തിന് എത്രത്തോളം ആ ഒരു പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സിത്താര എന്ന വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ പുലർച്ചെ തന്നെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആ കാഴ്ച തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ നിരന്തരം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി കോഴിക്കോട്ട് ഈ സിത്താര എന്ന ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ 1933 പുന്നേർകുളത്തെ ഒരു ചെറിയ ഗ്രാമത്തിൽ നാരായണൻ നായരുടെയും അമ്മൂമ്മയുടെയും 4 മക്കളിൽ ഇളയവനായിട്ടാണ് MT വാസുദേവൻ നായരുടെ ജനനം. പഠന കാലഘട്ടത്തിൽ തന്നെ എഴുത്തിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം എത്തുകയും എഴുതിയ ഓരോ കൃതികളും അത് ആവർത്തന വിരസതയില്ലാത്ത അല്ലെങ്കിൽ വായനക്കാരൻ്റെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള രചനകൾ കൊണ്ട് അദ്ദേഹം എപ്പോഴും വിസ്മയം തീർക്കുന്നൊരു കാഴ്ച തന്നെയാണ് കണ്ടത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയും മലയാളം അല്ലെങ്കിൽ കേരളം കണ്ടതാണ്. പിന്നീട് സിനിമാ ലോകത്തേക്ക് അദ്ദേഹം ചുവട് വെച്ചപ്പോൾ പോലും കൈതൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ നിർമാല്യമാകട്ടെ, വടക്കൻ വീരവാദിയാകട്ടെ, എല്ലാം അദ്ദേഹം സദയമാകട്ടെ, അതായത് ഇന്നിപ്പോൾ സൂപ്പർ താരങ്ങളായി അറിയപ്പെടുന്ന മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ തന്നെ അവരെ അടയാളപ്പെടുന്ന, അവർ നടനെന്ന രീതിയിൽ അവരെ അടയാളപ്പെടുത്തുന്ന എല്ലാ സിനിമകളും സമ്മാനിച്ചത് MT ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുതന്നെയാണ് ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താനൊരു പ്രധാന കാരണവും. കാരണം അത്രയേറെ നമുക്ക് സദയത്തിലെ സത്യനാഥനെയൊക്കെ നമുക്ക് മനസ്സിലാക്കും എത്രത്തോളം മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള രചനയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ വടക്കൻ വീരഗാഥയിലെ ചന്തുവിൻ്റെ ആത്മസംഘർഷമായാൽ പോലും അതൊക്കെ തന്നെ എത്രത്തോളം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള രചനകളാണ് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഏതായാലും MT ഇവിടെ പറഞ്ഞിരിക്കുന്നു ആ നികത്താനാകാത്ത വിടവ് ആ ഒരു മലയാള സാഹിത്യ ലോകത്തെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു നഷ്ടം എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെത്രത്തോളം ഇതുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതെ, ശരി. മിഥുനും ശിവദാസും തുടർന്നും എത്തേണ്ടതുണ്ട് നിങ്ങളിലേക്ക്. മലയാളത്തിൻ്റെ കഥാകാരൻ, എഴുത്തിൻ്റെ പെരുന്തച്ഛൻ വിടവാങ്ങിയിരിക്കുകയാണ്.